ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും പ്രവീണനായ സമർത്ഥനായ ശുക്രനെ, ഭാർഗവനെ, ഭൃഗുപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ഗീതമാകുന്നു. ശുക്രൻ അസുരാചാര്യനാണ്. ശുക്രൻ സകല കലകളുടെയും ആചാര്യനാണ്. ശുക്രനെ കൊണ്ടാണ് നാം തൗരത്രികം, സംഗീതം, നൃത്തോപകരണങ്ങൾ, നൃത്തം ഇതൊക്കെ ചിന്തിക്കുക. ശുക്രനൊരു ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അഭിനേതാവാകാം, നല്ല ഗായകനാകാം, നല്ല പ്രണയിയാകാം. ഭൗതിക സുഖങ്ങളൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? എന്താണ് ശുക്രൻ്റെ മിഥുനൻ രാശിയിലെ ശുഭാശുഭ ഫലമെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശുക്രൻ്റെ ആശ്രയബലം മിഥുനരാശിയിൽ പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിര ആചാര്യൻ നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനെ എന്നാണ്. നൃപകൃത്യകരഃ, നൃപസ്യ കൃത്യം കരോതി ഇത് നൃപകൃത്യകരഃ. രാജാവിൻ്റെ കർമ്മം ചെയ്യുക, വലിയ അധികാരികളുടെ, വലിയ മുതലാളിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കുക. കലാവിത്, കലയിലുള്ള ജ്ഞാനം. അർത്ഥവാൻ, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാവും. നല്ലൊരു ഫലമാണ് മിഥുനത്തിലെ ശുക്രന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശുക്രൻ മിഥുനത്തിൽ വന്നു, ബുധൻ ഇടവത്തിലും വന്നു. ഇവിടെ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. ഒരു പരിവർത്തന രാജയോഗമുള്ള സമയമാണ്. ശുക്രൻ കേവലം നിൽക്കുന്നത് 25 ദിവസം മാത്രമാണ് മിഥുനൻ രാശി. 2026 മെയ് 14 ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് 25 ദിനങ്ങൾ, ജൂൺ മാസം 10 വരെ ശുക്രൻ സർവശക്തനായി മിഥുനൻ രാശിയിലുണ്ട്. ഞാൻ പറഞ്ഞു ശുക്രനാണ് ഭൗതിക സുഖം. ഇതേ ശുക്രൻ തന്നെ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവും ഒക്കെ നാം ചിന്തിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തെ പറ്റിയുള്ള നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ഒന്ന് ശുക്രൻ 4ാം ഭാവാധിപനാണ്. എന്താണ് 4ാം ഭാവം? മാതാ, സുഹൃത്ത്, മാതുല, ഭാഗിനേയ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, ലാളിത്യം, അംബ, ശയനഞ്ച വൃദ്ധ്യർ, പശ്വാധികം, വേശ്മ, ഗത, ചതുർത്ഥ. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, വീട്, ഭൂമി, വാഹനം, ഭൗതികമായ സുഖങ്ങൾ, ഇതൊക്കെയാണ് 4ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 4ാം ഭാവാധിപനെ ശുക്രൻ നിൽക്കുന്നത് 12ൽ മറഞ്ഞു നിൽക്കുന്നു. അതിനാൽ വീട്ടിലെ അന്തരീക്ഷം മോശമാകും. ഗാർഹികമായ അന്തരീക്ഷത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരും. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ മാനസിക പ്രയാസങ്ങൾ വരാം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥ വരും. ഇവിടെ പലർക്കും പൂർവികമായ സ്വത്ത് വിൽക്കാൻ വളരെ അനുകൂലമായ സമയമാണ്. 4ാം ഭാവാധിപൻ 12 നിൽക്കുമ്പോൾ തൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കണം. അതിൽ പലപ്പോഴും പാർട്ടിഷൻ വിഷയത്തിൽ തർക്കങ്ങളുണ്ടാവുക, തൻ്റെ പ്രിയപ്പെട്ട മാതാവ് തനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുക. അപ്രകാരം 11ാം ഭാവാധിപനാണ്, ലാഭാധിപനാണ് നിൽക്കുന്നത് 12, ലാഭം കുറയുക. പക്ഷെ പലപ്പോഴും 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് എന്താണ്? സധനോന്ത്യേ, ഇയാൾക്ക് ധാരാളം ധനം ലഭിക്കും അന്ത്യഭാവത്തിൽ 12 നിൽക്കുമ്പോൾ. പക്ഷേ ചമത്കാരം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫലം? അത്ര നല്ലതല്ല. കഥാപ്യേതി വിത്തം വിലീയത നിത്യം. ചിലപ്പോൾ ധനം ലഭിക്കും, ചിലപ്പോൾ ധനം മുഴുവൻ നഷ്ടപ്പെടും. ഭൃഗോ ദ്വാദശേ കേരിസൽ കർമ്മശർമ്മ ഗുണാനാഞ്ച കീർത്തേഹേ ക്ഷയം മിത്രവേരും. മിത്രൻ, സുഹൃത്തുക്കളുമായി ശത്രുത വരും. സൗഹൃദം ഇടിഞ്ഞു പോകും. പാർട്ട്ണർഷിപ്പ് ബുദ്ധിമുട്ടിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം 4ാം ഭാവാധീന സുഹൃത്താണ്. സുഹൃത്തുക്കൾ ശത്രുക്കളാകും. ഗുണാനാഞ്ച കീർത്തേഹ്യ ക്ഷയം, തൻ്റെ നല്ല ഗുണങ്ങൾക്കും കീർത്തിക്ക് പേരിനും മംഗലമുണ്ടാകും. സ്ത്രീ വിഷയത്തിൽ പെട്ടുപോകാൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾ കാരണം അപമാനം ഉണ്ടാവുക, അപഖ്യാതി ഉണ്ടാകുന്ന സമയമാണ്. ജനാനാം വിരോധം സദാസോ കരോതി, ജനങ്ങളുമായി വിരോധമുണ്ടാകും. അതിനാൽ ഇവിടെ വളരെ ജാഗ്രത പാലിക്കണം. ഇമോഷണൽ സൈഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്സാര സംഭവങ്ങൾക്ക് വഴക്കുണ്ടാകാം. രോഗസ്ഥാനത്തേക്ക് ശുക്രൻ നോക്കുന്നുണ്ട്. അതിനാൽ ഷുഗർ പേഷ്യൻസൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളും വളരെ ജാഗ്രത പാലിക്കുക. ഗൈനിക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഡയാലിസിസ് പേഷ്യൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസുമായി ബന്ധപ്പെടുന്ന രോഗികളും ശ്രദ്ധിക്കുക. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സംഘത്തിൽ പ്രീതി നടത്തണം. അവിടെ ധർമ്മദൈവ സംഘത്തെ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങുക.
ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ നന്നായി വരട്ടെ. നമസ്തേ പ്രിയമുള്ള.